ഇതെന്താ? ഇത് ചായ, ബണ്ണ്, ഇത് മിച്ചർ. അത് മനസ്സിലായി. ഇതുമായിട്ടത് ഇങ്ങോട്ട് വന്നേ? അല്ല, ഞാനിപ്പോ ഇതും കൊണ്ട് ഒന്നില്ലെങ്കിലല്ല, പോണമയത്ത് എനിക്കൊന്നും കിട്ടില്ല. എന്റെ അമ്മാവണ്ടല്ല, ഭയങ്കര തീറ്റപ്പെടാൻ ഒന്നും ബാക്കിയാക്കൂല. അപ്പൊ താനാണല്ലേ ഞാൻ കെട്ടാൻ വേണ്ടി പോണ പെണ്ണ്. അയ്യോ, നമ്മളിപ്പോ കണ്ടതല്ലേ ഉള്ളൂ. അതെ, കണ്ടതേ ഉള്ളൂ. മൈ നെയിം ഈസ് ഗിരിരാജൻ. കോഴിയാണോ? അയ്യേ, കോഴിയല്ല, ഗിരിയസ് രാജൻ. ഗിരിരാജൻ. സ്നേഹമുള്ളവരെന്നെ കീരി എന്ന് വിളിക്കും. കീരിയോ? കീരിയ? അയ്യോ, അതല്ല, സ്നേഹമുള്ളവർ വിളിക്കുന്ന കാര്യം പറഞ്ഞതാ. അതെ അതെ അതെ, ഭയങ്കര സ്നേഹമായിപ്പോളെ കണ്ടപ്പോഴല്ലേ. അതെ അതെ. പേരെന്താ? വേറെന്താ, എങ്ങനെ പോകുന്നു? സുഖം, സന്തോഷം. അതല്ല, തന്റെ പേരെന്താണ്? പങ്കജവല്ലി. എന്നിട്ടാ ബ്രോക്കർ പറഞ്ഞത് കാവേരി എന്നുള്ള. അപ്പൊ അറിയാം. നമ്മള് സാധാരണ ഈ പെണ്ണാണ് ഇതുപോലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുക. അങ്ങനെയാണ് എന്റെ പേര് കാവേരി. ഞാൻ ബികോം വരെ പഠിച്ചു. ഇനി എംകോം എടുക്കണം എന്നാണ് ആഗ്രഹം. അല്ല, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കണം. എന്റെ വയറെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാറുണ്ട്. ഈ എമ്പക്കം ബന്ധമില്ലാത്തടത്ത് പ്രാസ കോമഡി പറയാൻ അല്ല, നിൽക്കില്ല. പിന്നെ എന്താണ് തുടർന്ന് പഠിക്കാറുണ്ട്? സൗകര്യമില്ലായിരുന്നു. അല്ല, വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് സൗകര്യമില്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ ഭയങ്കര കിടപ്പ് തന്നെ. അതുകൊണ്ടാണ് ഞാൻ തുടർന്ന് പഠിക്കാഞ്ഞതും. അതല്ല, അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ആണോ? കുട്ടി, ഞാനൊരു കാര്യം പറഞ്ഞാൽ കുട്ടി വിശ്വസിക്കോ? ഞാനൊരു 100 പെൺകുട്ടികളെ കണ്ടു. ആ പെൺകുട്ടികൾക്കൊന്നും ഇല്ലാത്ത എന്തോ ഒരു ഇത് ഞാൻ തന്നിൽ കാണുന്നുണ്ട്. ആണോ? എന്താ അത്? ഒരിത്. ഏത്? അതാണ്. അതേതാണ്? അത് ഏതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഏതായിരുന്നത്? ചേട്ടാ, എന്നെ ഒരു 5-6 പേരെ കാണാൻ വന്നിട്ടുള്ളൂ. അവർക്കൊന്നും ഇല്ലാത്തൊരിത് ചേട്ടനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ആ ഇത്? ഇവിടൊക്കെ നട്ടപ്രാന്ത് എന്ന് പറയും. ജോക്കി 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 ജോക്കി. എന്താ? ജോക്കി 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 ജോക്കി. കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിലുണ്ടായിരുന്നല്ലേ? 3 വർഷം ഉണ്ടായിരുന്നു. എങ്ങനെ മനസ്സിലായി? അതല്ല, ഈ തമാശ പറയുന്ന പെൺകുട്ടികളെ നമ്മൾ ജോക്കി എന്നാണ് വിളിക്കാം. കുട്ടി, ഞാൻ രണ്ടാമതൊരു കാര്യം പറഞ്ഞാൽ കുട്ടി വിശ്വസിക്കോ? ഇങ്ങനെ മൊത്ത കാര്യം പറഞ്ഞിട്ട് ഞാൻ എല്ലാം വിശ്വസിച്ചാ പോരെ? അല്ല, ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വിശ്വസിക്കുന്നത് കിടക്കാൻ സാധനമാണ്. പറ. ഞാൻ എല്ലാ ദിവസവും സ്വപ്നം കാണാറുണ്ട്. അത് ചേട്ടൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാരും സ്വപ്നം കാണാം. ഞാൻ തന്നെയാണ് കാണാറ്. തന്നെ കാണുന്നെങ്കിൽ വീട്ടുകാരെ കൂടെ വിളിച്ച് കാണിക്കാത്തെന്താ? വീട്ടുകാരെ വിളിച്ച് കാണിക്കാൻ സീരിയലല്ല, ഞാൻ സ്വപ്നമാണ് കാണുന്നത്. ഞാൻ ഇയാളെയാണ് സ്വപ്നം കാണാറുള്ളെന്ന്. ആ, ഞാൻ എന്റെ സ്വപ്നത്തിൽ കാണാറുള്ള അതേ മുഖം, അതേ പൊക്കം, അതേ വണ്ണം. അപ്പൊ എങ്ങനെ ടേപ്പ് കൈ വെച്ചിട്ട് കിടന്നു? മനസ്സിലായില്ല? അല്ല, കൃത്യമായിട്ട് ഇങ്ങനെ അളവെടുക്കാനേ. നോട്ടി കുട്ടി. അപ്പൊ എന്തായാലും എനിക്ക് കുട്ടി ഇഷ്ടമായി. കുട്ടിക്ക് എന്നെ ഇഷ്ടമായി. ഈ മട്ടുമ്പോ ഒക്കെ കാണുമ്പോ കള്ളം പറയല്ല, ഞാൻ മട്ടു പോകുന്നുണ്ടല്ലോ. ചെറിയൊരു കഷണ്ടി ഉണ്ടല്ലേ? വെള്ളം വേണോ? ഈ കഷണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ പല യൂത്ത് നടന്മാർ ഇന്ന് കഷണ്ടിയാണ്. അതാണ്. പക്ഷെ അവർക്ക് കഷണ്ടി മാത്രമല്ല, കഴിവ് നല്ല ഒന്നാന്തരം ഗ്ലാമറും ഉണ്ട്. അതുകൊണ്ടാണല്ലോ തന്നെ കാണാൻ വേണ്ടി അവര് വരാണ്ട് ഞാൻ തന്നെ കാണാൻ വേണ്ടി വന്നത്. ജോക്കി ജോക്കി ജോക്കിയാ? ഇല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ചേട്ടനുള്ള ദുശീലങ്ങളുണ്ടോ? ദുശീലോ? എന്ത് അശ്ലീലമാണ് കുട്ടി പറഞ്ഞത്? ഞാൻ കള്ളു കുടിക്കുകയല്ല, മുറുക്കുകയല്ല. അപ്പൊ ഉളുക്കി തിരക്കി ഞാൻ തിരുമ്മി തരാം. അയ്യോ, അതല്ല, തിരിമറിയോ? തിരുമറി ഉണ്ടോന്നോ? ഒരുപാട് തിരുമറി കാരണമാണ് കുട്ടി എന്റെ എന്തായിരുന്നു ജോലിയൊക്കെ പോയത്. അപ്പൊ ജോലിയില്ലല്ലേ? ജോലി എന്ന് പറഞ്ഞ് കുട്ടി വിഷമിക്കണ്ട. നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ നേരെ ദുബായിലേക്ക് പോകുന്നു. ദുബായിൽ ബുർജ് ഖലീഫയുടെ താഴെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റ് ഞാൻ തന്റെ പേരിൽ എഴുതി വെക്കും. ഓ എടാ, ഇനിയും താമസിക്കുമെങ്കിലേ നമ്മള് വന്ന് ആ ഓട്ടോ അങ്ങ് വിടാറുണ്ട്. അവൻ പൈസ ചോദിക്കുന്നു. ഒരു 150 രൂപ വന്നേ. ചേഞ്ച് ഉണ്ടാവും ഒരു 150 രൂപ തരാനായിട്ട്. അല്ല, ഓട്ടോക്കാരൻ ഭയങ്കര ബഹളം. ആ ഫ്ലാറ്റ് നോക്കാൻ മേലെ? ഏത് ഫ്ലാറ്റ്? ബുർജ് ഖലീഫയുടെ താഴെയുള്ള ഫ്ലാറ്റ്. അമ്മാവാ, ഇതെന്നാത്തിനാടാ ഇത്? ആ ബണ്ണെടുത്ത് ഓട്ടോക്കാരൻ അണ്ണാക്കിൽ കുത്തി തരും. ഞാൻ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് ബുർജ് ഖലീഫയുടെ താഴെയുള്ള ഫ്ലാറ്റിന്റെ കാര്യം. അതിപ്പോ പൊളിഞ്ഞായിരുന്നല്ലോ. അത് പൊളിഞ്ഞല്ലേ? അപ്പൊ അത് പൊളിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. എനിക്ക് എന്തായാലും കുട്ടിയെ ഇഷ്ടമായി. ഇനി എനിക്ക് എന്ത് തരും? മനസ്സിലായില്ല. സ്ത്രീധനം ചോദിക്കരുത്, തെറ്റാണ്. ഈ സ്ത്രീധനം അല്ലാതെ എനിക്ക് എന്ത് തരും? 1 മിനിറ്റ് സമയം തരും. തനിക്ക് ഇവിടെ ഇറങ്ങിപ്പോ പറഞ്ഞിട്ട് പോകുന്നില്ലേ? പറഞ്ഞതിൽ പഞ്ചില്ല, അതുകൊണ്ടാണ് പോവാത്തത്. നീ തൊടാൻ പറഞ്ഞ പഞ്ചുണ്ടോ? പഞ്ചുണ്ട്.